11ാം നൂറ്റാണ്ടിലെ ഭക്തസന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീ രാമാനുജനാചാര്യയുടെ പ്രതിമയാണ് സമത്വ പ്രതിമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 216 അടി ഉയരമാണ് രാമാനുജാചാര്യയുടെ പ്രതിമയ്ക്ക്. ഹൈദരാബാദിലെ ഷംഷാബാദിൽ 45 ഏക്കർ വരുന്ന കെട്ടിട സമുച്ചയത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചലോഹം കൊണ്ടാണ് 216 അടി ഉയരമുള്ള പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇരിക്കുന്ന സ്ഥിതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ലോഹപ്രതിമകളിൽ ഒന്നുകൂടെയാണിത്. ഭദ്രവേദി എന്ന് പേരിട്ടിരിക്കുന്ന 54 അടി ഉയരമുള്ള കെട്ടിടത്തിലാണ് പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും ശ്രീ രാമാനുജാചാര്യയുടെ കൃതികളും തത്വചിന്തകളും വിവരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഗാലറിയും ഒരു തിയേറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. ശ്രീ രാമാനുജാചാര്യയുടെ 1000ാം ജന്മവാർഷികാഘോഷമായ 12 ദിവസത്തെ ശ്രീ രാമാനുജ സഹസ്രാബ്ദി സമാരോഹത്തിന്റെ ഭാഗമായാണ് സമത്വ പ്രതിമയുടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത്. 2014 ഇതിന് തറക്കല്ലിട്ടത്. 1000 കോടി രൂപയുടെ പദ്ധതി പൂർണ്ണമായും ആഗോളതലത്തിൽ ഭക്തരിൽ നിന്നുള്ള സംഭാവനകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിമ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ജാതി മത വിശ്വാസ വിവേചനങ്ങൾക്ക് അതീതമായി സമത്വ ഭാവനയ്ക്കായി നിലകൊണ്ട 11ാം നൂറ്റാണ്ടിലെ ഭക്ത സന്യാസിയായിരുന്നു ശ്രീ രാമാനുജാചാര്യ. ഹൈദരാബാദിലെ മുജിന്താളിൽ ചിന്നചിയാർ സ്വാമി ആശ്രമത്തിലാണ് ഇപ്പോഴത്തെ 216 അടി ഉയരമുള്ള പ്രതിമയിരിക്കുന്നത്. രാമാനുജാചാര്യയുടെ സമത്വ ദർശനങ്ങൾ കാലത്തിനും അദ്ദേഹത്തിനു മുമ്പേ സഞ്ചരിച്ചുവെന്നാണ് ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. സമൂഹത്തിലെ അനീതിയും അസമത്വവും ഇല്ലാതാക്കാൻ അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ മഹത്തരമാണ്. പാവപ്പെട്ടവനും പണക്കാരനും തുല്യനീതിയും അവസരങ്ങളും ഒരുക്കാൻ നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗമായി ദളിത് വിഭാഗങ്ങൾക്ക് ക്ഷേത്ര ദർശനം സാധ്യമായി. ഭരണഘടനാ ശില്പിയും ദളിത് നേതാവുമായ ഡോക്ടർ BR അംബേദ്കർ ആചാര്യയുടെ ദർശനങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. രാമാനുജാചാര്യയുടെ അറിവുകൾ നമ്മുടെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും വിലമതിക്കാത്ത സ്വത്താണ്. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും സംരക്ഷിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സമത്വ പ്രതിമയെന്നും യുവതലമുറയ്ക്ക് അത് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടന വേളയിൽ പറയുകയുണ്ടായി. പ്രതിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഏകദേശം 120 കിലോയോളം സ്വർണമാണ്. അതിനു പുറമെ വെള്ളി, ചെമ്പ്, പിച്ചള, സിങ്ക് തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പഞ്ചലോഹത്തിലാണ് പ്രതിമയുടെ നിർമ്മാണം പൂർണ്ണമായും ചെയ്തിരിക്കുന്നത്. പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ഭദ്രവേദി എന്ന കെട്ടിടത്തിന്റെ ഉയരം ഏകദേശം 54 അടിയാണ്. 2014 ചിന്നജിയർ എന്ന സന്യാസി രാമാനുജ സിദ്ധാന്തത്തിന്റെ 1000 വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പ്രതിമ നിർമ്മിച്ചുകൊണ്ട് അനുസ്മരിക്കാനുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിമ നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ DNV പ്രസാദ് സ്ഥപതി എന്ന വ്യക്തിയെ പ്രൊജക്ടിന്റെ ചീഫ് ആർക്കിടെക്റ്റായി നിയമിക്കുകയും ചെയ്യുന്നു. ചിന്നജിയർ എന്ന സന്യാസിയുടെ മേൽനോട്ടത്തിലാണ് പ്രതിമയുടെ പ്രാരംഭഘട്ടം മുതലുള്ള എല്ലാ പ്രവൃത്തികളും നടന്നത്. 6000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള താഴത്തെ നില രാമാനുജന്റെ ജീവിതവും തത്വചിന്തയും കുറിച്ചുള്ള ചിത്രം കാഴ്ചക്കാർക്ക് നൽകുന്നു. 27,870 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 2ാം നിലയിലാണ് ദൈനംദിന ആരാധനയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1365 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 3ാം നിലയിൽ വേദ ഡിജിറ്റൽ ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും ഉൾപ്പെടുന്നു. രാമാനുജന്റെ ജീവിതകഥകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലാനറ്റോറിയത്തിന്റെ ആകൃതിയിലുള്ള ഒരു തിയേറ്ററും ആസൂത്രണം ചെയ്യുകയും അത് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിമ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും പ്രതിമയ്ക്ക് തറക്കല്ലിട്ടത് ചിന്നജിയറാണ്. പ്രതിമ 2017 നവംബറോടെ പൂർത്തിയാക്കാനായിരുന്നു പദ്ധതിയെങ്കിലും പിന്നീട് 2019 നീട്ടുകയായിരുന്നു.